ഡേ ഫോർ എവരി വണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ വീട്ടിലൊരു പൂച്ചക്കുട്ടി വന്നപ്പോൾ നമ്മുടെ ടോമിയുടെയും മാഗിയുടെയും റിയാക്ഷൻ ഇന്നൊന്ന് കാണാൻ കേട്ടോ. നമുക്ക് റോട്ടിലുണ്ടായിരുന്നൊരു പൂച്ചക്കുട്ടി അവിടെ ഈ ഒറ്റയ്ക്ക് ഇരിക്കണ കണ്ടപ്പോൾ കൊണ്ടുവന്നതാണ് വീട്ടിലേക്ക്. അത് ഇനി അതിന് വല്ല വിഷമം വരണ്ടെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ദേ നമ്മുടെ മാഗിക്കുട്ടി വന്നിട്ട് ഇതിനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അവളുടെ സ്നേഹപ്രകടനങ്ങളാണ് ഈ കാണിക്കുന്നത് മുഴുവനും. അപ്പം നമ്മളും അവളേനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക, എന്താണ് അവൾ ചെയ്യണേ. അവൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അവൾ ആകെ ഒന്ന് നോക്കണം, കളിക്കാൻ വരുമോ അതോ കുഞ്ഞു കുട്ടിയാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവളെ ഇങ്ങനെ സേഫാക്കി വെക്കുക, പുറത്തേക്കൊന്നും ഓടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സേഫാക്കി വെക്കുക. കൊച്ചു കുട്ടീനെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മാഗീനെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഞാൻ ടോമീനെയൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ ടോമി കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോഴും മാഗി തന്നെയാണ് ടോമീനെയൊക്കെ നന്നായി കെയർ ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ഈ പൂച്ചക്കുട്ടി വന്നപ്പോഴും മാഗിക്ക് ഒരു മദർലി അഫെക്ഷനാണ് അതിനോട് തോന്നുന്നത്. വളരെ ഇഷ്ടമായിട്ടുണ്ട് അവൾക്ക്. പൂച്ചക്കുട്ടിയും വളരെ റിലാക്സ്ഡ് ആണ്. അപ്പോൾ അതൊരു പെൺപൂച്ച ആയതുകൊണ്ട് അതിനെ സുന്ദരി എന്ന് പേരിട്ടു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ മാഗി അതിനോട് ഇങ്ങനെ ആവശ്യപ്പെടുക, അവിടെ കെടുക്കോ എന്ന് ആവശ്യപ്പെടുക. പോണ്ട, എവിടെയും പോണ്ട, നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കളിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ നല്ല കെയറിങ് ആയിട്ടിരിക്കുക കേട്ടോ. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. എന്തൊരു സ്നേഹം അല്ലേ. ഇപ്പോൾ ഇതൊരു നായക്കുട്ടിയാണ്, മറ്റേ പൂച്ചക്കുട്ടിയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അവരുടെ ഉള്ളിലെ സ്നേഹം മാത്രമേ ഉള്ളൂ. പൂച്ചക്കുട്ടിയും വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്താണ് അവളുടെ പെരുമാറ്റം എങ്ങനെയാണ് എന്നുള്ളത്. അവൾക്ക് കളിക്കാനുള്ള ഒരു ഇതാണ്. അപ്പോൾ ടോമീനെ നമ്മൾ അപ്പുറത്ത് കൂട്ടിലാക്കിയിരിക്കുക. അപ്പം അതുകൊണ്ട് അവനിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവനിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവനും ഇങ്ങോട്ട് വരണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. പൂച്ചക്കുട്ടിക്ക് ടോമിയായിട്ട് അത്ര അങ്ങോട്ട് പരിചയം വന്നിട്ടില്ല. പക്ഷെ മാഗീനെ പൂച്ചക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ടാണ് പൂച്ചക്കുട്ടിയും വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നത്. നോക്കിക്കോളോട്ടാ, അതായത് തൊട്ട് ഇങ്ങനെ വിളിക്കണു കണ്ടോ, കളിക്കാൻ വിളിക്കണതാണിത്. ഇടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പൂച്ചക്കുട്ടി പാലൊക്കെ കുടിച്ച് ഇങ്ങനെ സുഖമായി വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഡേ ആൻഡ് നൈറ്റ് മാഗിയാണ് പൂച്ചക്കുട്ടീനെ നോക്കുന്നത്. എനിക്കതുകൊണ്ട് യാതൊരു സ്ട്രെയിനും ഇല്ല. കുറച്ച് വലുതാവുന്നവരെ അത് എന്നെ ഒന്ന് നോക്കണമല്ലോ. അപ്പോൾ മാഗി നോക്കുന്ന കാരണം ഞാൻ വളരെ റിലാക്സ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ കുട്ടിയെ പോലെയാണ് കേട്ടോ മാഗി നോക്കണത്. ചില നായ്ക്കളൊക്കെ കണ്ടിട്ടില്ലേ, ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. പക്ഷെ ഇവിടെ നമ്മുടെ മാഗി വളരെ കെയറിങ് ആയിട്ടുള്ളൊരു നായക്കുട്ടിയാണ് കേട്ടോ. പട്ടിക്കുട്ടിയാണ്. നല്ല ക്യാരക്ടർ. ഞാനിപ്പോൾ അവരുടെ ആ കെയറിങ് ഒക്കെ ഇങ്ങനെ വാച്ച് ചെയ്യാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. മാഗിയാണ് കൂടുതലും പൂച്ചക്കുട്ടിയായിട്ട് ഇടപഴകണതും കെയർ ചെയ്യണതുമല്ല. ഇനി ഞാൻ ടോമീനെ ഒന്ന് അടുത്ത് കൊണ്ടുവരണം എന്നുണ്ട്. പക്ഷെ ടോമിയും ഉപദ്രവിക്കുകയൊന്നുമില്ല കേട്ടോ. ടോമിയും കെയറിങ് തന്നെയാണ്. പക്ഷെ പൂച്ചക്കുട്ടിക്ക് എന്തോ അതൊരു മെയിൽ ഡോഗ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചൊരു പേടി പോലെയുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവൻ ആ പൂച്ചക്കുട്ടീനെ ഒരു തരത്തിലും ദ്രോഹിക്കില്ല. രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആ പൂച്ചക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അവിടെ ഇനി നോക്കാം കേട്ടോ. ഇവരെ രണ്ടുപേരുടെയും കളിക്കാൻ വിളിക്കണതാണ് രണ്ടുപേരും. മാഗിക്ക് പൂച്ചക്കുട്ടി കളിക്കാൻ വരണം. ടോമി ആണെങ്കിൽ മാഗീനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. കുറച്ച് കഴിയട്ടെ, സാരമില്ല, പോട്ടെ എന്നുള്ള രീതിയിൽ വളരെ മെച്ചോർഡായിട്ടാണ് ടോമി പെരുമാറുന്നത്. മാഗി നിർബന്ധിക്കുകയാണ് കേട്ടോ, കളിക്കാൻ വരുമെന്ന് പൂച്ചക്കുട്ടിയോട്. എന്തായാലും നല്ലൊരു നേരം പോക്ക് തന്നെയാണിത്. വലുതാവുമ്പോൾ പൂച്ചകളാവുമ്പോൾ എപ്പോഴും ഒരു സ്ഥലത്ത് ഇരിക്കില്ലല്ലോ, മാറിപ്പോവുമല്ലോ. എന്തായാലും 3 പേരുടെ കൂട്ടും നല്ല രസമായിട്ടുണ്ട്. ഇതാ കണ്ടു, ടോമി കാണിക്കണുണ്ട്. ചെവി അടിച്ചു പോണെന്ന് അയാളിരിക്കുമെന്ന്. മാഗിക്ക് അടി കിട്ടൂട്ടോ. മാഗിക്ക് ഈ
ഈഗോ ഹർട്ട് ചെയ്തു. പണിയായിരുന്ന മിണ്ടായിരിക്കണേടാ. അടിയിട്ട് നിൽക്കുക. കളിച്ച് 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 കാര്യമാണ്. അയ്യോ മാഗി അടിയിട്ട് നിൽക്കുക കേട്ടാ. ആ ഉണ്ടാവും. കളിക്കാൻ പറ്റാ ഇരിക്കാം. ഇത്ര മാത്രം ദേഷ്യോ നമുക്ക്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. പറയണ വായടിച്ചിരിക്കടി. ഈഗോ ഹർട്ട് ചെയ്തു. സമാധാനിപ്പിക്കണം മാഗീനെ. ആരല്ല പോട്ടെ പോട്ടെ വിട് കുറ്റല്ലേ അല്ലേ? സമാധാനിപ്പിക്കണം മാഗീനെ. ആരല്ല പോട്ടെ. ഞാൻ ഇവിടെ